എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ വീണ വിജയനെ കുറിച്ചിട്ടുള്ള ഒരു കാർട്ടൂണാണ് വരച്ചത്. പക്ഷേ തുടർച്ചയായിട്ട് വീണ വിജയനെയും പിണറായിയെയും എക്സാലോജിക്കിനെയും സംബന്ധിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നു നിറയുന്നത്. അതനുസരിച്ച് നമുക്ക് അത് വരയ്ക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇന്നും അതുകൊണ്ട് വീണ വിജയനെയും സംബന്ധിക്കുന്ന ഒരു കാർട്ടൂണാണ് വരയ്ക്കുന്നത്. ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിലുള്ള വാർത്ത ഇതാണ്, ലീഡ് ഹെഡിങ് ഇതാണ്: CMRL എക്സാലോജിക് ഇടപാട് വീണയ്ക്ക് തിരിച്ചടി, അന്വേഷണം തുടരും. അതായത് വീണയുടെ എക്സാലോജിക് കമ്പനി ലോക ഉഡായിപ്പ് കമ്പനി ആണെന്നും അതാണ് എക്സ്ട്രാ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ വന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ SFIOയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണം, അത് നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് വീണ ബാംഗ്ലൂരിലെ കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. പക്ഷെ അത് കോടതി ഇന്നലെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനാണ് കോടതി പറയുന്നത്. അതായത് ഫ്രോഡ് ഇടപാടുകളെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇവർ അച്ഛനും മകളും കൂടെ ഒരു ഭരണത്തിനെ ദുരുപയോഗം ചെയ്ത് ഫ്രോഡ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഫ്രോഡ് ബിസിനസ്സുകളാണ് നടത്തിക്കൊണ്ടിരുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും മുന്നോട്ട് വരുന്നത്. ഇന്ത്യയിലെ കമ്പനിക്ക് ഷട്ടർ ഇടുന്നു, രാത്രിക്ക് രാത്രി കാനഡയിൽ പുതിയ ഫ്രോഡ് കമ്പനി തുടങ്ങുന്നു. ആ വാർത്ത മീഡിയകൾ പുറത്തു കൊണ്ടുവന്നപ്പോഴത്തേക്കും അതെല്ലാം അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ എല്ലാവരുടെയും പേരും ഇവർ ഈ ഒരു അബദ്ധം തന്നെ നിരവധി തവണ ഈ എക്സാലോജിക്കിൻ്റെ കാര്യത്തിലും ഇവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇങ്ങനെ ഫ്രോഡ് പരിപാടികൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ നോക്കുക. അതായത് മുങ്ങിച്ചാകാൻ കിടക്കുന്നവൻ വൈക്കോത്തുരുമ്പിലും കയറി പിടിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയിൽ അച്ഛനും മോളും കൂടെ കാണിക്കാത്ത ഈ ഫ്രോഡ് തരങ്ങളും തെണ്ടിത്തരങ്ങളും ഒന്നുമില്ല. ആ രീതിയിലുള്ള എല്ലാ ഇതുകളും കാണിച്ചിരിക്കുന്നു. ഇപ്പം ഈ കൈകൾ ശുദ്ധമാണെന്നും പറഞ്ഞ് മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് കുനിഞ്ഞ മുഖത്തോടുകൂടി നിയമസഭയിലിരുന്ന മുഖ്യമന്ത്രി ഇപ്പം 2 ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല. പാർട്ടി നേതാക്കന്മാരും ഒന്നും പറയുന്നില്ല. അവരൊക്കെ മാളത്തിൽ ഒളിച്ചു. ഈ ഇവരെ വെളുപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം മാളത്തിൽ ഒളിച്ചിട്ട് ഇപ്പോൾ ശൂന്യതയാണ്. അച്ഛനും മകളും മാത്രമേ ഉള്ളൂ, അവർ പോലും മിണ്ടുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ വീണ എന്ന് പറയുന്നത് മനോഹരമായ ഒരു വാദ്യോപകരണമാണ്. ഈ വാദ്യോപകരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആഠിത്യവും കുലീനത്വവും മഹിമയും ഉള്ള ഒരു ഉപകരണമാണ് വീണ എന്ന് പറഞ്ഞാൽ. ആ വീണ എന്ന് പറഞ്ഞ ആ ഒരു ഉപകരണത്തെ പോലും ഇവർ ചീത്തയാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വീണയെ കൊണ്ട് എന്തെല്ലാം പാട്ടുകൾ, ഇപ്പോൾ എൻ്റെ വീണ കമ്പിയെല്ലാം വെളിക്കെടുത്തു, എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു എന്നൊരു പാട്ട് ഉണ്ട്. അങ്ങനെ വീണയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഈ കാർട്ടൂണിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ വേറൊരു പാട്ടുണ്ട്, വീണക്കുഞ്ഞ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മോഹവീണതൻ തന്ത്രയിലൊരു രാഗം കൂടി ഉണർന്നല്ലോ എന്നൊരു പാട്ടാണ്. ആ പാട്ടിനെ നമ്മളൊന്ന് പാരഡിയാക്കിയിട്ട് കോഴ വീണതൻ തന്ത്രയിലൊരു ശോകം കൂടി വിടർന്നല്ലോ എന്ന് നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് നമുക്കിതിൻ്റെ തലതിരിഞ്ഞ് ഇങ്ങനെ നോക്കിയാൽ കാണത്തുള്ളൂ. ഞാനതിൻ്റെ റഫ് കാണിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇങ്കിങ്ങിലോട്ടും കൂടെ കടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.
പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവർ വീണ ലോക്കപ്പിൽ പോകുമെന്ന് ആശങ്കപ്പെട്ട് കഴിയുന്ന നമ്മുടെ കാരണഭൂതൻ്റെ ചിന്തകളാണ്. ആ പാട്ടിൻ്റെ ഇരടുകളും കൂടെ എഴുതണം. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ കമ്പോസ് ചെയ്ത് വെക്കാം. പിന്നെ ചില മിനിക്കോണികളും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. അപ്പോൾ ഈ ആഴ്ചത്തെ ഈ ഡെമോയിൽ നിന്ന് ഇവിടെ പറയുന്നു.